ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഈ CMF വാച്ച് 3 Pro അറൗണ്ട് 4 ആഴ്ചയായിട്ട് യൂസ് ചെയ്യണം. ഈ വാച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,999 രൂപയാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് നിങ്ങളിത് കൺസിഡർ ചെയ്യണോ, എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് VROS അല്ലെങ്കിൽ ഗാലക്സി വാച്ചൊക്കെ എടുക്കണോ എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വാച്ച് എനിക്ക് കിട്ടിയത് നത്തിങ്ങിൻ്റെ കമ്മ്യൂണിറ്റി റിവ്യൂ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് പറയാം. അൺബോക്സിങ് എക്സ്പീരിയൻസ് നമുക്ക് വാച്ചുണ്ട്, പിന്നെ ഇതിൻ്റെ സിലിക്കൺ സ്ട്രാപ്സ്, പിന്നെ ചാർജിങ് കേബിളുണ്ട്, പിന്നെ ഡോക്യുമെൻറ്റേഷൻ, യൂസർ മാനുവൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് വരുന്നത്. ഇനി ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഡിസൈൻ, ആ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള വാച്ചാണ് വരുന്നത്. എൻ്റെ ഇരിക്കുന്ന ഗ്രേ കളറാണ്. ഇതിൻ്റെ ബെസൽസ് കമ്പാരിറ്റീവ്ലി കുറവാണ് കേട്ടോ. പക്ഷേ വേറെ കളേഴ്സിന് ബെസൽസ് കൂടുതലാണ്, ഈ ഓറഞ്ച് അങ്ങനത്തെ കളേഴ്സിനൊക്കെ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. പക്ഷേ ഓവറോൾ ബിൽഡ് ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. എന്ന് വെച്ചാൽ അലുമിനിയം മെറ്റീരിയൽ വെച്ചാണ് ബിൽഡ് വരുന്നത്. ഞാൻ ഒരിക്കൽ ഈ വാച്ച് എന്താ പറയുക, മെറ്റൽ ആയിട്ട് ഒന്ന് കോൺടാക്റ്റ് ആയിരുന്നു കേട്ടോ, എന്ന് വെച്ചാൽ മെറ്റൽ ഷീറ്റുമായിട്ട്. പക്ഷേ വലിയ ഇഷ്യൂ ഒന്നും വാച്ചിന് വന്നില്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ല സോൾഡാണ്. പിന്നെ വാച്ചിൻ്റെ കംഫർട്ടും അടിപൊളി തന്നെയാണ്. നമുക്ക് സ്ട്രാപ്സിലായാലും ഒരുപാട് ഹോൾസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ റിസ്റ്റ് ആണെങ്കിൽ പോലും നല്ല രീതിക്ക് ഫിറ്റ് ആവും എന്നുള്ള രീതിയിലാണ്. പിന്നെ എന്താ പറയുക, വാട്ടർ പ്രൂഫ് റേറ്റിംഗ്, IP68 വാട്ടർ പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് നല്ലൊരു സോളിഡ് വാച്ചാണ്. പിന്നെ വാച്ചിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റൊട്ടേറ്റിംഗ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ നമുക്ക് വാച്ചിൻ്റെ മെനു കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബിൽഡ് ക്വാളിറ്റി വൈസ് ഓവറോൾ സോൾഡാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ഡിസ്പ്ലേയും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് 1.43 ഇഞ്ചിൻ്റെ 466x466 റെസൊല്യൂഷനിലുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്രൈറ്റ്നെസ് 670 nits ആണ് വരുന്നത് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് വരുന്നത് 326 ആണ്. ഇപ്പോൾ ഓവറോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 60 Hz റിഫ്രഷ് റേറ്റാണ് വരുന്നത്. 60 Hz ഫോണുമായിട്ട് നോക്കണ്ട, ചെറിയ സ്ക്രീനിൽ വരുമ്പോൾ 60 Hz നല്ല സ്മൂത്താണ്, നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോഴും നല്ല സ്മൂത്തായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഔട്ട്ഡോർ നല്ല അടിപൊളിയാണ്. 5 ലെവൽ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഒരു 3 ലെവൽ മോസ്റ്റ്ലി വർക്കാവും. പിന്നെ നിങ്ങൾ ഔട്ട്ഡോറൊക്കെ പോകുമ്പോൾ കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ ഓട്ടോ ബ്രൈറ്റ്നസ് ആ രീതിക്കിടാം. അപ്പോൾ ഡിസ്പ്ലേ ഓവറോൾ സോൾഡ് ആണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ഉണ്ട്, അതിൻ്റെ ആ ഡീപ് ബ്ലാക്സും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഇവിടെ നത്തിങ് എക്സ് ആപ്പ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കണക്ടിവിറ്റി വൈസ് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ആപ്പും അടിപൊളി തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ OS വരുന്നത് എന്താ പറയുക, RTOS ആണ്, റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. OS നല്ല സ്മൂത്ത് ആട്ടോ. നമുക്ക് ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. മുകളിൽ താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെനു ഫുൾ ആക്സസ് ചെയ്യാം. താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ്, സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോ വർക്കൗട്ട് മോഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോഫ്റ്റ്വെയർ ഓവറോൾ നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാച്ച് ഫേസസ് നമുക്ക് എന്താ പറയുക, ബോ 120 വാച്ച് ഫേസസ് ആണ് വരുന്നത്. അത് നമ്മൾ ആപ്പ് വഴി നമുക്ക് ആക്സസ് ചെയ്യാം. വാച്ചിൽ നമുക്ക് അറ്റ് എ ടൈം 7 വാച്ച് ഫേസസേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സോഫ്റ്റ്വെയർ സ്മൂത്താണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ VROS ഗാലക്സി വാച്ച് അതൊക്കെ യൂസ് ചെയ്തിട്ടാണ്, ഞാൻ ഇതിനു മുമ്പേ ഗാലക്സി വാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആപ്പ് സപ്പോർട്ടിൻ്റെ ഒരു മിസ് നല്ലപോലെ അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത് നമ്മൾ എന്താ പറയുക, ഈ വാച്ച് നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്യും, എന്നിട്ട് വാട്സാപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. നോട്ടിഫിക്കേഷനിൽ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് അറ്റ് എ ടൈം ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വയ്ക്കാൻ പറ്റില്ല. മാക്സിമം 20 ആണെന്ന് തോന്നുന്നു. അറ്റ് എ ടൈം 20 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അത് റിഫ്രഷ് ആയിട്ട് പുതിയ നോട്ടിഫിക്കേഷൻസ് വരും. ആ ഒരു രീതിക്കാണ് ഇത് വർക്ക് ആവുന്നത്. RTOS ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ടൈപ്പ് ചെയ്ത് അങ്ങനെ പറ്റത്തില്ല. പക്ഷേ ക്വിക്ക് റിപ്ലൈയുടെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴും വാച്ച് OS നല്ല സ്മൂത്തും കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റിംഗ് ആയിട്ട് തോന്നും. നിങ്ങൾ VROS ഗാലക്സി വാച്ചൊക്കെ യൂസ് ചെയ്ത് ഇതിലോട്ട് വരുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ടൊക്കെ തോന്നും. പിന്നെ ഇതിൻ്റെ കോളിംഗ് കണക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക്, ഞാൻ നോട്ടിഫിക്കേഷൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ലിമിറ്റേഷൻ ഉണ്ട്. അറ്റ് എ ടൈം എത്ര നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ ആവും എന്നുള്ളതിൽ. പക്ഷേ അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡെലിവറിയും കാര്യങ്ങളും അതൊക്കെ ടൈമിൽ തന്നെയാണ്, വേറെ ഡിലേയും കാര്യങ്ങളൊന്നുമില്ല. കോളിങ്ങിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറേറ്റ് കോൺടാക്ട്സ് എന്താ പറയുക, നത്തിങ് എക്സ് ആപ്പിൽ കുറച്ച് ഫേവറേറ്റ് കോൺടാക്റ്റ് സേവ് ചെയ്തിട്ട് അത് നമുക്ക് വാച്ച് വഴി തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഡയറക്റ്റ് കോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അല്ലാണ്ട് ഡയൽ ചെയ്തും കോൾ ചെയ്യാൻ പറ്റും. ഇൻകമിങ് കോൾസ് കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും ബാക്കി കൺട്രോൾസും ഒക്കെ. കോളിംഗ് എക്സ്പീരിയൻസ് ഇവർ മൈക്ക് കഴിഞ്ഞ ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഇമ്പ്രൂവ് ആക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ കോളിംഗ് എക്സ്പീരിയൻസ് ഒക്കെ നൈസ് ആയിരുന്നു കേട്ടോ. വേറെ അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ വർക്കൗട്ട് മോഡ്സും കാര്യങ്ങളും നമുക്ക് എന്താ പറയുക, 131 സ്പോർട്സ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ വാക്കിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തു, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കാവുന്നുണ്ട്. പിന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, പിന്നെ സ്ട്രെസ്സ് മെഷർ ചെയ്യുന്ന സംഭവങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറയാം, എന്താ പറയുക, സീരിയസ് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സ്മാർട്ട് വാച്ചിനെ റിലേ ചെയ്യാതിരിക്കുക. അതിന് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് തന്നെ യൂസ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ.
ഓക്കെ. പിന്നെ ഇതിൻ്റെ ഹാപ്റ്റിക്സ് നൈസ് തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ വെച്ച് സ്ക്രോൾ ചെയ്യുമ്പോൾ നല്ലൊരു കിട്ടില്ല ഹാപ്റ്റിക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാച്ച് ഫേസസ് 7 വാച്ച് ഫേസസ് അറ്റ് എ ടൈം പറ്റും. അപ്പോൾ അത് ഇങ്ങനെ നാവിഗേറ്റ് ചെയ്യുമ്പോഴും ഹാപ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഹാപ്റ്റിക്സ് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്, വേറെ അങ്ങനെ ഇഷ്യൂ ഇല്ല. ഇനി ഇതിൽ ഏറ്റവും ഇമ്പ്രസ് ചെയ്തിപ്പിച്ച ഒരു സംഭവമാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളുടെ യൂസ് ഡിപ്പെൻഡ് ചെയ്യും, പക്ഷേ അറൗണ്ട് 1 വീക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതലും നിങ്ങൾക്ക് ഇതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നെങ്കിൽ 1 വീക്കിൽ എബോവൊക്കെ പോകും. ഇപ്പോൾ ബാറ്ററി ബാക്കപ്പിനെ വറിയേ ചെയ്യണ്ട, ഒരിക്കൽ ചാർജ് ചെയ്താൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ആ ഒരു സെറ്റപ്പാണ്. ചാർജിങ്ങിൻ്റെ കേസ് പറയാൻ 2 പിൻ ചാർജിങ് സിസ്റ്റമാണ് അവരിപ്പോഴും യൂസ് ചെയ്യുന്നത്. അത് ഭയങ്കര മോഡേൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ ചാർജിങ് സ്പീഡ് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ 33 to 100% ഒരു അറൗണ്ട് 1 hour ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ വേറെ അങ്ങനെ ഇഷ്യൂ ഇല്ല. ചാർജിങ് അത്യാവശ്യം ഫാസ്റ്റാണ്. പിന്നെ ഇത്രയും ദിവസം ബാറ്ററി നിൽക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ കംപ്ലൈൻറ്റ് ഇത് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഇതിൽ മ്യൂസിക് കൺട്രോളിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. ഫോണിൽ പ്ലേ ചെയ്യുന്ന മ്യൂസിക് നമുക്ക് വാച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ChatGPT എസെൻഷ്യൽ ന്യൂസ് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അത് നത്തിങ് ഫോൺസിൽ മാത്രമേ വർക്കാകത്തുള്ളൂ. ഇപ്പോഴും ഓവറോൾ ഈ വാച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾക്ക് എന്താ പറയുക, നല്ലൊരു അടിപൊളി ബാറ്ററി ലൈഫുള്ള ഒരു വാച്ച് വേണം, വിത്ത് എന്താ പറയുക നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പിന്നെ അടിപൊളി ഡിസ്പ്ലേ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ബേസിക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കണം, എന്ന് വെച്ചാൽ ഫോണുമായിട്ടൊന്ന് കണക്റ്റ് ആയിരിക്കണം. പിന്നെ എന്താ പറയുക, ഇതിൽ ഞാൻ പറഞ്ഞ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ല, എന്ന് വെച്ചാൽ ചെറിയ ആക്ടിവിറ്റി മോണിറ്ററിങ് അങ്ങനെ കാര്യങ്ങൾ, പിന്നെ കോൾ അക്സെപ്റ്റ് റിജക്റ്റ് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺസിഡർ ചെയ്യാം, വേറെ ഇഷ്യൂ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, ആ ഡെഡിക്കേറ്റഡ് ആപ്പ് സപ്പോർട്ട്, പിന്നെ കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി സെൻസർ, ബെറ്റർ ഫീച്ചർ, പിന്നെ ഗാലക്സി വാച്ചസിലൊക്കെ LTE വെർഷൻസ് വരുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ ആയിട്ട് തന്നെ സിം കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഗാലക്സി വാച്ച് വിയർ ഓയിസ് ഉള്ള വാച്ച് തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ അവിടെ നിങ്ങൾക്ക് കുറേ കൂടെ ഫീച്ചേഴ്സ് കിട്ടുമെങ്കിൽ ബാറ്ററി ലൈഫിൽ ഞാൻ ഗാലക്സി വാച്ച് 4 നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ 1-1.5 ദിവസം കഷ്ടിച്ച് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ പക്ഷേ കണ്ട അറൗണ്ട് 1 വീക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും. ഒരു ബാറ്ററി ലൈഫ് നിങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങളെ യൂസ് അനുസരിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 7,999 ആണ്. ഇടയ്ക്ക് ഇത് 6,500 ആ ഒരു റേഞ്ചിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ച് അല്ലെങ്കിൽ അറൗണ്ട് 6,000 ഇത് നല്ലൊരു വാച്ചായിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ. 7,999 ഫുൾ എമൗണ്ട് കൊടുത്ത് എടുക്കാനൊന്നും ഞാൻ പറയത്തില്ല. ഒരു 6,500 അല്ലെങ്കിൽ അറൗണ്ട് 6,000 നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ തന്നെ വാച്ച് പ്രോ 2 നമുക്ക് എന്താ പറയുക അറൗണ്ട് 5,000 കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ഇത് വെച്ച് നോക്കുമ്പോൾ ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണ്, പിന്നെ ഡിസ്പ്ലേ സൈസ് കുറവാണ്, അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഇതിൽ നമുക്ക് കോളിങ്ങിന് കുറച്ചുകൂടെ ബെറ്റർ മൈക്സ് വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ യൂസ് അനുസരിച്ച് നോക്കുക. ഗാലക്സി വാച്ച് ഞാൻ പറയാം ഇടയ്ക്കിടയ്ക്ക് ഓഫർ വരാറുണ്ട് കേട്ടോ. നമുക്ക് അണ്ടർ 15,000 അറൗണ്ട് 13,000 ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഓഫർ ടൈമിൽ അത് മേടിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് വാച്ച് ആപ്സിൻ്റെ സപ്പോർട്ടും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.